എല്ലാവർക്കും നമസ്കാരം. BDSൻ്റെ മറ്റൊരു എഡ്യൂക്കേഷണൽ ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ BDSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇത് വളരെ ലളിതമായ ഒരു സ്റ്റെപ്പാണ്. എന്നാൽ ഇതിന് മുന്നോടിയായി നമ്മുടെ സിസ്റ്റത്തിൽ കുറച്ച് പ്രീ റിക്വസിറ്റ്സ് ആവശ്യമാണ്. ഒന്നാമതായി നമ്മൾക്കൊരു വാലിഡ് ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം. രണ്ടാമതായി നമ്മുടെ കമ്പ്യൂട്ടറിൽ ഈ ഡിജിറ്റൽ സിഗ്നേച്ചറിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഉദാഹരണമായി എൻ്റെ ഡിജിറ്റൽ സിഗ്നേച്ചറിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് WD Proxkey എന്നുള്ളതാണ്. നമ്മുടെ സിസ്റ്റത്തിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈ കമ്പ്യൂട്ടറിലേക്ക് വന്നാൽ ഇതുപോലെ അതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ഓർ റൺ പ്രോഗ്രാം എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ Proxkey ടോക്കൺ ടൂൾ ഇൻസ്റ്റാളേഷൻ ഓട്ടോമാറ്റിക്കായി സംഭവിക്കുന്നതാണ്. ഇതൊരു തവണ മാത്രം പ്രാഥമികമായി നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ മാത്രം ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഒരു കമ്പ്യൂട്ടറിൽ ഒരു തവണ കോൺഫിഗർ ചെയ്താൽ മറ്റ് അപാകതകളൊന്നും ഇല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്നതാണ്. ഈ ഇൻസ്റ്റാളേഷൻ പൂർത്തിയാകുന്നതോടുകൂടി ഇതുപോലെ ഒരു ഐക്കൺ നമുക്ക് ഡെസ്ക്ടോപ്പിൽ ലഭിക്കുന്നതാണ്. നമ്മുടെ DSC കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇവിടെ സർട്ടിഫിക്കറ്റിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ ടോക്കൺ റീഡ് ആയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത് ഓപ്പൺ ചെയ്ത് മിനിമൈസ് ചെയ്തിട്ടിരിക്കുക. അടുത്തതായി നമുക്ക് ആവശ്യമുള്ളത് മറ്റൊരു ഡിജിറ്റൽ സൈനർ, DSC സൈനർ എന്ന സോഫ്റ്റ്വെയറാണ്. ഇത് BDSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഡൗൺലോഡ് സെക്ഷനിൽ DSC സൈനർ വേർഷൻ 1.9.8 നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. നിലവിൽ എൻ്റെ സിസ്റ്റത്തിൽ ഓൾറെഡി അത് ഇൻസ്റ്റാൾഡ് ആണ്. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ഇതുപോലെ NICD സൈൻ എന്ന ഒരു ക്യൂബിക്കൽ ഐക്കൺ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പണായി വരികയും പിന്നീട് അത് അപ്രത്യക്ഷമാവുകയും ചെയ്യും. നമ്മൾ ഏറ്റവും താഴെയായി വിൻഡോസിൻ്റെ ഏറ്റവും താഴെയായി വന്നാൽ ഇതുപോലെ DSC സൈനർ റണ്ണിംഗ് എന്നുള്ള ഓപ്ഷൻ കാണുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് എടുത്താൽ നമ്മുടെ Proxkey ആക്റ്റീവായി നിൽക്കുന്നത് കാണുവാൻ സാധിക്കും. ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത് സേവ് കൊടുക്കുന്നതോടുകൂടി രണ്ടാമത്തെ പ്രീ റിക്വസിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇനിയും നമ്മൾക്ക് നമ്മുടെ ബ്രൗസർ കോൺഫിഗറേഷൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതെങ്ങനെ ചെയ്യാം എന്നുള്ളതിനെപ്പറ്റി വിശദമായ ഒരു വിവരണം ഈ യൂസർ മാനുവൽ സെക്ഷനിൽ തന്നെ നമുക്ക് ലഭ്യമാണ്. ഇവിടെ DSC സൈനർ ഇൻസ്റ്റാളേഷൻ സ്റ്റെപ്സ് എന്ന ഈ PDF ഡൗൺലോഡ് ചെയ്ത് വായിക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള ബ്രൗസറുകളായ ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, മൈക്രോസോഫ്റ്റ് എഡ്ജ് മുതലായ എല്ലാ ബ്രൗസറുകളിലും കോൺഫിഗർ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ ഇല്ലസ്ട്രേഷനോടുകൂടി അതിനുള്ളിൽ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ മാസ്റ്ററിലേക്ക് വരിക. അവിടെ രജിസ്റ്റർ DSC എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും ഇപ്പോൾ ഇനീഷ്യലൈസിംഗ് DSC സൈനർ എന്നൊരു മെസ്സേജ് വരികയും ടോക്കൺ പാസ്വേഡ് എൻ്റർ ചെയ്യുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ DSCയുടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് നൽകി OK കൊടുക്കുക. അതോടുകൂടി ആരുടെ പേരിലാണ് ആ ഡിജിറ്റൽ സിഗ്നേച്ചർ അത് രജിസ്റ്റർ ചെയ്യുവാനുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. അവിടെ രജിസ്റ്റർ കൊടുക്കുന്നതോടുകൂടി BDSൽ നമ്മുടെ DSC രജിസ്റ്റേർഡ് ആവുന്നതാണ്. ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ്റെ പേരിലാണ് രജിസ്റ്റർ ആയിരിക്കുന്നത്. ഇനി ഉദ്യോഗസ്ഥൻ മാറുന്ന സമയത്തും നമ്മൾ ഇതേ പ്രൊസീജിയർ തന്നെ വീണ്ടും ആവർത്തിക്കേണ്ടതാണ്. മറ്റൊരു ഉദ്യോഗസ്ഥൻ ചാർജ് എടുക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ DSC നമ്മൾ ആഡ് ചെയ്യുകയും വീണ്ടും മാസ്റ്ററിൽ വന്ന്
രജിസ്റ്റർ DSC എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് പുതിയ ഉദ്യോഗസ്ഥൻ്റെ പാസ്വേഡ് നൽകേണ്ടതാണ്. അതോടുകൂടി പുതിയ ഉദ്യോഗസ്ഥൻ്റെ പേരിലേക്ക് DSC രജിസ്റ്ററായി മാറുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് ആഡ് ചെയ്യുകയും മോഡിഫൈ ചെയ്യുകയും ചെയ്യുവാൻ സാധിക്കും. താങ്ക് യു ഓൾ.